നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ സ്നേഹിക്കുന്നത് അവനെ. എന്റെ ഇഷ്ടം പലപ്പോഴായി ഞാൻ അവനെ അറിയിച്ചിട്ടുമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അവൻ എന്നെ ഇഷ്ടപ്പെടുമായിരുന്നു. അതിനിടയിലേക്കാ ആതിര കടന്നു വന്നത്. അവന് സന്ദീപിന്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഒരു തടസ്സമില്ലാതെ അവൻ എന്നെ സ്നേഹിച്ചേനെ. അവനെ കിട്ടില്ലെന്ന് വന്നപ്പോഴാ ഈ ദേഷ്യവും വാശിയൊക്കെ എനിക്കുണ്ടായത്. എന്നെക്കാൾ മനോഹരമായി ഒരിക്കലും ആതിരയ്ക്ക് സന്ദീപിനെ സ്നേഹിക്കാൻ പറ്റില്ല എന്നുള്ളത് 3.5 തരാ. ആതിരയുമായുള്ള ബന്ധം അറിഞ്ഞ് സന്ദീപിനെ മറക്കണമെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ച് ഞാൻ ജീവിക്കാൻ ശ്രമിച്ചു. പകൽ എങ്ങനെയൊക്കെ തള്ളി നീക്കിയാലും രാത്രിയാകുമ്പോ അവന്റെ ഓർമ്മകൾ മനസ്സിലേക്ക് വന്നു നിറയും. പിന്നീട് കരച്ചിലടക്കാൻ പെടുന്ന പാട് എനിക്ക് അറിയൂ. ഈ പറയുന്ന ഓർമ്മകളിൽ ഒരെണ്ണമെങ്കിലും സന്ദീപിന് അനഘയെ ഇഷ്ടമാണെന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇഷ്ടമാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു സാഹചര്യമെങ്കിലും ഉണ്ടോ? ഉണ്ടാവില്ല, എനിക്കറിയാം. കാരണം അനഘ പറഞ്ഞ ഈ ഓർമ്മകളെല്ലാം അനഘ തന്നെ രൂപപ്പെടുത്തിയെടുത്തതാ. നീയും സന്ദീപും സ്നേഹിച്ചാൽ എങ്ങനെ ആവണം എന്നുള്ള നിന്റെ കുറെ ആഗ്രഹങ്ങളിൽ നിന്ന് നീ സ്വന്തമായി രൂപപ്പെടുത്തിയെടുത്തത്. നിന്റെ ഓർമ്മകളും യാഥാർത്ഥ്യവുമായി ഒരു ബന്ധമില്ലെന്ന് നീ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക. ശരി, നീ അവനെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, അത് അംഗീകരിക്കുന്നു. നിനക്ക് സന്ദീപിനെ കുറിച്ച് എന്തറിയാം? അവന്റെ വ്യക്തിത്വത്തെ, ഇഷ്ടങ്ങളെ പോട്ടെ, അവനിപ്പോ എവിടെയാണുള്ളത് എന്നെങ്കിലും അനഘയ്ക്കറിയോ? പക്ഷേ ഒരു ഫോൺ കോളിൽ ആതിര പറഞ്ഞു തരുമല്ല, അതാണ് വ്യത്യാസം. പുറമെ കാണുന്ന സ്നേഹമൊക്കെ ജീവിതത്തിലേക്ക് കടക്കുമ്പോ കാണില്ല മോളെ. നിനക്ക് അവനോടുള്ള ഇഷ്ടത്തെക്കാളും ഇപ്പോൾ ഉള്ളത് വാശിയാണ്. നിനക്ക് കിട്ടാത്തത് ആതിരയ്ക്ക് കിട്ടുന്നു എന്ന വാശി. വാശിയൊക്കെ തീർന്നു കഴിയുമ്പോ ഈ വാശി തന്നെ നിനക്കൊരു ഭാരമാവും. കുടുംബ കോടതി വരെ ചുമക്കുന്ന ഒരു ഭാരം. നിന്റെ തലയിലേക്ക് ആ ഭാരത്തെ കയറ്റി തന്നവരാരും അപ്പൊ കൂടെ ഉണ്ടാവില്ല. നിനക്ക് പറ്റിയതോർത്ത് ഒരു നെടുവീർപ്പിന്റെ ആനുകൂല്യം മാത്രമേ എല്ലാവരിൽ നിന്നും ഉണ്ടാവൂ. നീ ഇങ്ങോട്ട് വന്ന് ചോദിച്ചില്ലെങ്കിലും ഞാനത് നിന്നോട് അങ്ങോട്ട് വന്ന് പറയാനിരുന്ന കാര്യങ്ങളാ. അവന്തികടത്തിൽ നടത്തുന്ന കല്യാണ മാമാങ്കമൊക്കെ കഴിഞ്ഞ് ഒരു മുറിയിൽ നീയും സന്ദീപും തനിച്ചാവുമ്പോ നിനക്കൊക്കെ മനസ്സിലാവും നീ വാശി പിടിച്ചതൊക്കെ ഒരു വിഭൂഷകയുടെ കുപ്പായി അണിയാൻ വേണ്ടിയായിരുന്നു എന്ന്. എല്ലാവരും മൂക്കത്ത് വിരൽ വെക്കുന്ന ഒരു ജീവിതം ആവരുത് നിന്റേത്. അത് നിന്റെ ചേച്ചിയെ പോലെ തന്നെ ഈ ഇടത്തേക്കും സഹിക്കാൻ പറ്റുന്ന ഒന്നല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.